If you wish your students best career, here is the best solution for you. You all are welcome to MAKM School. To discuss something about drug abuse. I don't think it's something new to you. Everybody already know, like you all are aware of the consequences of drug abuse and everything. So just wanted to ask you something. Can anyone please tell me what is addiction? What is addiction? You might have heard about the recent happening wherein a boy killed so many people and all. He might have reasons, other reasons which are quoted in newspapers. But there are similar cases wherein children do anything and everything. They could harm anyone. Always eat healthy food. Healthy food means what? വെഞ്ഞാറമൂട് MAM സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ നേടൂ. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് ഇവിടത്തെ അധ്യാപന രീതി. ഓരോ കുട്ടികൾക്കും അവരവരുടേതായ പ്രത്യേകം കഴിവുകളുണ്ട്. അത് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. വെറും പുസ്തകപ്പുഴുക്കളാക്കാതെ ഓരോരുത്തരുടെയും കഴിവുകൾ തിരിച്ചറിഞ്ഞ് ആ കഴിവുകൾ വികസിപ്പിച്ചെടുത്ത് നാടിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകരിക്കുന്നവരാക്കി മാറ്റുക എന്നതാണ് MAM സ്കൂളിന്റെ ലക്ഷ്യം. Hello, I am Sarita Nair, principal of MAKM English Medium Senior Secondary School. At our school, we aim at all-round development of our children. It's not just academics, but a lot of other skills which are important for children or their growth. So we try to nurture the talents, innate talents of each and every child. The prime responsibility of teachers is not just to teach or teach academics, but then other talents as well. We focus on lots of activities like sports, extracurricular activities like dance, music and so on. We have a language lab wherein communication skills are being developed. We follow activity-based learning, which is experiential learning, right from nursery classes, right from play school onwards to all class group, especially till 12th standard. We have activity-based experiential learning. മൗലാന അബ്ദുൽ കലാം ആസാദ് മെമ്മോറിയൽ സ്കൂളിന്റെ ഈ വാർഷിക സമ്മേളനത്തിലും ശലഭ സംഗമത്തിലും പങ്കെടുക്കുവാനൊരു അവസരം കിട്ടിയതിലുള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നല്ല മാന്യമായും അച്ചടക്കത്തോടുകൂടി മാതൃകാപരമായി നടത്തുന്ന ഒരു സ്കൂളാണ്, അൺഎയ്ഡഡ് സ്കൂളാണെന്ന് മനസ്സിലാക്കി അത് വന്നതിൽ തെറ്റില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ 1000-നടുത്ത് കുട്ടികളുള്ള ഒരു വലിയ വിദ്യാലയമായി മാറിയിരിക്കുകയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പേരിലാണ് ഈ ഒട്ടേറെ വ്യത്യസ്തമായ ഇടപെടലുകൾ ഈ വിദ്യാലയം നടത്തിയിട്ടുണ്ട്. കാലത്തിൻ്റെ മാറ്റത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിൽ സംഭാവനകൾ നൽകാൻ 20 വർഷത്തിനകം MAM-ന് സാധിച്ചിരിക്കുന്നു. CBSE അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രത്യേകമായ ശ്രദ്ധ തന്നെ MAM വയ്ക്കുന്നത് കാണാൻ കഴിയും. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വെഞ്ഞാറമൂട്ടിൽ സ്വകാര്യ മേഖലയിൽ തുടങ്ങിയ പബ്ലിക് സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് നന്നായി അവർ കൊണ്ടുപോകുന്നുണ്ട്. അനുവർഷം അഭിവൃദ്ധി പ്രാപിച്ചു വരികയും കുട്ടികളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസ നൽകുന്നു എന്നതിൻ്റെ തെളിവാണ്. ശരിക്കും ഈ സ്കൂളിന്റെ ഭയങ്കര സപ്പോർട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിജയം വരില്ല. അതെനിക്ക് എവിടെയും പറയാം. ഞാൻ ഈ കാണുന്ന പഴയ ഒരു MAM ഉണ്ട്, അതിനേക്കാൾ എത്രയോ വലിയ സ്കൂളായി മാറി. ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിനനുസരിച്ച് തന്നെ സ്കൂളിന് ഉന്നതമായ രീതിയിൽ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. പഠനം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ അവരുടെ കലാപരമായ വാസനകൾ, അവരുടെ സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ, കായികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നതുവരെയും ഈ സ്കൂള് പ്രവർത്തിച്ചിട്ടുള്ളത്. ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ക്ലാസ്സുകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രക്ഷകർത്താക്കൾക്കാണ് കൂടുതൽ കൊടുക്കുക, കൊച്ചുകുട്ടികളെന്ന് അവർക്കറിയില്ല.
അപ്പോൾ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, രക്ഷകർത്താക്കൾക്ക് വരെ കൊടുക്കും. അത് നമ്മൾ നടത്തിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ ദിനമൊക്കെ നമ്മൾ ആചരിക്കാറുണ്ട്. പിന്നെ നമ്മുടെ മക്കൾ സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള അവസരം ഞങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല.